ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ്സിൽ ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയാണ്. നമ്മളെ നിത്യജീവിതത്തിൽ നമ്മൾ ഒരു ദിവസം പോലും ചൊല്ലാത്തതായിട്ടുണ്ടാവില്ല സൂറത്തുൽ ഫാത്തിഹ. നമ്മുടെ നമസ്കാരങ്ങളിൽ പതിവായിട്ട് നമ്മൾ ചൊല്ലുന്ന, നിർബന്ധമായിട്ട് നമ്മൾ ചൊല്ലിയിരിക്കേണ്ട സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ മക്കയിൽ അവതരിച്ച അധ്യായമാണ്. 7 വചനങ്ങളാണ് ഇതിലുള്ളത്. വിശുദ്ധ ഖുർആനിൽ ആദ്യം വായിക്കപ്പെടുന്നതും മുസ്ഹഫുകളിൽ ഒന്നാമതായിട്ട് എഴുതപ്പെടുന്നതുമായിട്ടുള്ള സൂറത്ത് എന്ന നിലക്ക് ഇതിന് സൂറത്തുൽ ഫാത്തിഹ അഥവാ പ്രാരംഭം എന്നും ഫാത്തിഹത്തുൽ കിതാബ് അഥവാ വേദഗ്രന്ഥത്തിന്റെ പ്രാരംഭം എന്നും പേര് പറയപ്പെടുന്നുണ്ട്. ഖുർആന്റെ മൂലം അഥവാ കേന്ദ്രം എന്ന അർത്ഥത്തിൽ ഉമ്മുൽ ഖുർആൻ എന്നും ഉമ്മുൽ കിതാബ് ഉമ്മുൽ ഖുർആൻ എന്നും പേരുണ്ട്. അള്ളാഹുവിന്റെ അത്യുത്കൃഷ്ടമായ വിശേഷണ നാമങ്ങൾ ഏകദൈവ സിദ്ധാന്തമായിട്ടുള്ള തൗഹീദ്, മരണാനന്തര ജീവിതം, പ്രതിഫല നടപടി തുടങ്ങിയ മൗലിക സിദ്ധാന്തങ്ങൾ, കർമ്മപരമായും സന്മാർഗികവുമായിട്ടുള്ള നിയമനിർദ്ദേശങ്ങൾ, ചരിത്ര സംഭവങ്ങൾ ആദിയായ വിഷയങ്ങളാണ് ഖുർആനിലെ പ്രധാന പ്രതിപാദ്യ വിഷയങ്ങൾ. ഇവയുടെ എല്ലാം ഒരു സാരാംശം ഈ സൂറത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഈ 2 പേരുകളും സൂചിപ്പിക്കുന്നത്. ഉമ്മ് എന്ന പദത്തിന് ഉത്ഭവസ്ഥാനം, കേന്ദ്രം, പ്രധാന ഭാഗം, സങ്കേതം, മാതാവ്, മർമ്മം എന്നൊക്കെ സന്ദർഭം പോലെ അർത്ഥം വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു കേന്ദ്രമായിട്ടുള്ള ഒരു സൂറത്താണ് എന്നുള്ള, വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് എന്നുള്ളത് തന്നെ നമുക്കിതിന്ന് മനസ്സിലാക്കാം. എല്ലാ സൂറത്തുകളും പ്രധാനപ്പെട്ടതാണ്. എന്നാൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം ഒരു ദിവസം പോലും നമുക്ക് ചൊല്ലാതിരിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. ഈ പേരുകൾക്കൊക്കെ പുറമെ വേറെയും ഒരുപാട് പേരുകളുണ്ട്. അസാസുൽ ഖുർആൻ, ഖുർആന്റെ അസ്ഥിവാരം എന്നും, മനസ്സിരുത്തി പഠിക്കുകയും വിശദ വിവരങ്ങൾ തുടർന്ന് അന്വേഷണം നടത്തുകയും ചെയ്യുന്നവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ ഈ ഒരു സൂറത്ത് തന്നെ മതിയാകും എന്ന അർത്ഥത്തിൽ കാഫിയ, അതായത് മതിയായത് എന്നും, വിജ്ഞാന മൂല്യങ്ങളുടെ നിക്ഷേപം എന്ന ഉദ്ദേശത്തിൽ കെൻസ് എന്നുമുള്ള പേരുകൾ അവയിൽ ചിലതാകുന്നു. കൂടാതെ ഇതിന്റെ തുടക്കം അള്ളാഹുവിന്റെ മഹൽ ഗുണങ്ങളെ എടുത്തു കാട്ടിക്കൊണ്ടുള്ള സ്തുതി കീർത്തനമാകുന്നു. കൂടാതെ അതുകൊണ്ട് തന്നെ ഇതിന് സൂറത്തുൽ ഹംദ്, സ്തുതി കീർത്തനത്തിന്റെ അധ്യായം എന്നും പേരുണ്ട്. അവസാന ഭാഗം പ്രാർത്ഥനാ രൂപത്തിലായകയാൽ സൂറത്തു ദുആ, പ്രാർത്ഥനയുടെ അധ്യായം, നമസ്കാരത്തിൽ ഒഴിച്ചുകൂടാത്തതായതുകൊണ്ട് സൂറത്തു സ്വലാത്ത്, ഇങ്ങനെയൊക്കെ പേരുകളുണ്ട്. നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ മക്ക ജീവിതകാലത്തിന്റെ ആദ്യഘട്ടത്തിലാണ് ഈ ഒരു സൂറത്ത് അവതരിച്ചത് എന്നാണ് ശരിയായിട്ടുള്ള അഭിപ്രായം. അള്ളാഹു പറയുന്നു, തീർച്ചയായിട്ടും ആവർത്തിത വചനങ്ങളിൽപ്പെട്ട 7 എണ്ണവും മഹത്തായ ഖുർആനും നാം നിനക്ക് നൽകിയിട്ടുണ്ട്. ഈ 7 ആവർത്തിത വചനങ്ങൾ അഥവാ അസ്സബുൽ മസാനി എന്ന് പറഞ്ഞിരിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ചാകുന്നു. അപ്പൊ സബുൽ മസാനി എന്ന് പറയുന്നത് ഇതിന്റെ മറ്റൊരു പേരാണ്. അപ്പൊ നമുക്ക് സൂറത്തിലേക്ക് കടക്കാം. സൂറത്ത് 7 ആയത്താണെന്ന് പറഞ്ഞു. ബിസ്മി ഇതില് ഒരു ആയത്തായിട്ട് കണക്കാക്കുന്നുണ്ട്. വേറെയുള്ള സൂറത്തുകളിലൊന്നും ബിസ്മി ആയത്തായിട്ട് കണക്കാക്കിയിട്ടില്ല. എന്നാൽ സൂറത്തുൽ ഫാത്തിഹയില് ബിസ്മി 1ാമത്തെ ആയത്താണ്. ഔദു നമ്മള് ഇതിന് മുന്നേ ചൊല്ലുന്ന ഇതാണ്. അല്ലാതെ ഈ ഒരു ഫാത്തിഹയില് ആയത്തിന്റെ എണ്ണത്തില് ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വരുന്നില്ല. അപ്പൊ നമുക്ക് ഇന്ന് 2 ആദ്യത്തെ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അതേപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹയിലെ 1ാമത്തെ ആയത്തുമാണ് നമ്മൾ എടുക്കുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാവരും വിശുദ്ധ ഖുർആൻ ഒന്ന് തുറന്നു വെച്ചിട്ട് നോക്കിയിട്ട് പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين.
റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇവിടെ നമ്മൾ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ആദ്യം പറയുന്നത്. ഫസ്റ്റത്തത് അലിഫ് ഹംസയാണ്. അവിടെ സാധാരണ അ എന്നാണ് നമ്മൾ പറയേണ്ടത്. രണ്ടാമത് ഐനാണ്. അപ്പൊ ഐന് ഊദു, രണ്ടും അ ഉ ആയി പോകരുത്. ഊദു കേട്ടോ. ഐനിന്റെ ആ ഒരു ചൊയയോടുകൂടി, ആ ഒരു സിഫത്തോട് കൂടിയിട്ട് തന്നെ നമ്മൾ പറയേണ്ടതുണ്ട്. ഊദു. അതേപോലെ ദാലിന് കുത്തുണ്ട്, പുള്ളിയുണ്ട്. അപ്പൊ അത് ദു ആയി പോവരുത്. ദു എന്നാവരുത്. ദാൽ എന്നാണ് നമ്മൾ അവിടെ പറയാറുള്ളത്. അപ്പോ അഊദു ബില്ലാഹി ബില്ലാഹി മിനശ് ശൈത്വാനി. ശൈത്വാനി അവിടെ തോ ശ്രദ്ധിക്കാം, തേ ആയി പോവരുത്, തോ ആണ്. ശൈത്വാനി റജീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇനി സൂറത്തുൽ ഫാത്തിഹയിലെ ആദ്യത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി റഹ്മാനി. റ എന്ന് പറയരുത്, റോ. അങ്ങനെയാണ് റോന്റെ പ്രൊനൗൺസിയേഷൻ, ഉച്ചാരണ വേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനി. അതേപോലെ ഹാന്റെ ആ ഒരു മഖ്റജ്, ആ ഒരു രീതിയിൽ അത് പുറത്തേക്ക് കേൾക്കണം. എന്നാൽ റഹ്മാനി എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് ഇറങ്ങി പറയുകയും ചെയ്യരുത്. റഹ്മാനി റഹ്മാനി കേട്ടോ. റഹ്മാനി റഹീം. അവിടെയും ഹി, ആ പ്രൊനൗൺസിയേഷൻ, ആ ഉച്ചാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരിക്കലും റഹീം എന്നോ റഹീം എന്നോ ആയി പോവരുത്. റഹീം. റഹ്മാനി റഹീം. ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം, ആവർത്തിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഊദു. അഊദു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ശരണം തേടുന്നു എന്നുള്ളതാണ്. ആദ എന്നൊക്കെ പറഞ്ഞാൽ ശരണം തേടുക. അറബിയിൽ ഇതിന്റെ ഒരു വിശദീകരണം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഔദു ബില്ലാഹിക്ക് കൊടുത്തിട്ടുള്ളത്, ബില്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കൊണ്ട് ഞാൻ ശരണം തേടുന്നു എന്നാണ് നമ്മൾ മലയാളത്തിൽ അർത്ഥം വെക്കാറുള്ളത്. എന്നാൽ ഞാൻ അള്ളാഹുവുമായിട്ട് ഒട്ടി നിൽക്കുന്നു എന്നും ഔദുവിന് അർത്ഥമുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് എന്തൊരു ഷെറ് പുറത്ത് വരികയാണെങ്കിലും അള്ളാഹുവിലേക്ക് ഞാൻ അങ്ങോട്ട് അഭയം തേടുകയാണ്, അള്ളാഹുവിലേക്ക് ഒട്ടി നിൽക്കുകയാണ് അല്ലെ. ഇപ്പൊ ചില കുട്ടികൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് പേടിക്കുന്ന സാധനമോ അല്ലെങ്കിൽ അവരെ പേടിപ്പെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കുട്ടികൾ ഉമ്മമാരോട് ചേർന്ന് നിൽക്കുന്ന, ഒട്ടി നിൽക്കുന്ന കണ്ടില്ലേ. അതേപോലെ മാനസികമായിട്ട് നമുക്ക് ചിലപ്പോൾ പൈശാചിക ചിന്തകൾ വരാം, അല്ലെങ്കിൽ വേറെ രീതിയിൽ ഭൗതികപരമായിട്ട് എന്തെങ്കിലും ഷെറുകൾ വരുമ്പോഴൊക്കെ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് വെച്ചാല് നമുക്ക് മനുഷ്യന്റെ മനസ്സാണ് ചിലപ്പം വേണ്ടാത്ത രീതിയിലുള്ള ചീത്ത വിചാരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചെന്നകപ്പെടുന്ന ഒരു അവസ്ഥ വിശേഷങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ അള്ളാഹുവിലേക്ക് അഭയം തേടിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ഔദു ബില്ലാഹി ഞാൻ അള്ളാഹുവിലേക്ക് ശരണം തേടുന്നു, അള്ളാഹുവിനെ കൊണ്ട് ശരണം തേടുന്നു. മിനശ് ശൈത്വാനി റജീം. മിനശ് ശൈത്വാൻ, ഷെയ്ത്താൻ നമുക്കറിയാം പിശാചിൽ നിന്നും. റജീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അള്ളാഹുവിനോട് ഞാൻ ശരണം തേടുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അള്ളാഹുവിനോട് ഞാൻ ശരണം തേടുന്നു. നമുക്കറിയാം പിശാച് നമ്മളെ അങ്ങേയറ്റം എന്ത് ചെയ്യും, വേണ്ടാത്തതിലേക്ക് കൊണ്ടുവരും, ദ്വലാലത്തിലേക്ക് കൊണ്ടുപോകും.
ചിലപ്പോൾ ചില ആളുകൾ പിന്നെ മനുഷ്യനെ വഴികേടിലാക്കും പിശാചിന് കഴിയും. ചിലപ്പോ ഒരു അശ്രദ്ധ തരും, മെയിനായിട്ടുള്ള കാര്യങ്ങളെ സൈഡാക്കി കാണിച്ചു തരും. അതൊന്നും വലിയ നല്ല കാര്യമല്ല. ഇനി നമ്മളൊരു ചെറിയ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ വളരെ ചെറുതാക്കി കാണിക്കും. ഇനി വലിയ തെറ്റായാലും അതിനെ ചെറുതായിട്ട് തോന്നിപ്പിക്കും. ഇങ്ങനൊക്കെ ശൈത്താൻ നമ്മളെന്ത് ചെയ്യും, മനസ്സിലിങ്ങനെ വസ്വാസ് ഉണ്ടാക്കും, പ്രയാസങ്ങൾ ഉണ്ടാക്കും. നമ്മളെ ഇങ്ങനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യത്തെ, വേഗം ചെയ്യേണ്ട ഒരു കാര്യത്തെ ഇങ്ങനെ നീട്ടി കൊണ്ടുപോകും. ഇനി നാളെ നന്നാവാം, അല്ലെങ്കിൽ മറ്റന്നാളെ നന്നാവാം, ഇനി നമുക്ക് കാലം ഉണ്ടല്ലോ. അങ്ങനെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പൈശാചികമായിട്ട് നമ്മളെ മനസ്സിൽ ഇങ്ങനെ കൂട്ടിട്ട് തരും. അപ്പൊ ഇതൊക്കെ പിശാചിന്റെ ഒരു ഫിത്നകളാണ് എന്നുള്ള ആ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. എന്നിട്ട് അള്ളാഹുവിലേക്ക് ശരണം തേടുക എന്നുള്ളതാണ്. അപ്പോൾ ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അള്ളാഹുവിനോട് ഞാൻ രക്ഷ തേടുന്നു എന്നുള്ളതാണ്. നാളെ പിശാച് ശരിക്കും എന്ത് ചെയ്യും, നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുകയും എന്നാൽ നാളെ നമ്മളെ കൈയൊഴിയുകയും ചെയ്യുന്ന ഒരു രംഗമുണ്ട്. അത് വിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട് അല്ലെ. ഞാൻ അവരെ ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ടേ ഉള്ളൂ, അവര് വന്നു, അല്ലാതെ ഞാനിതിനൊന്നും ഉത്തരവാദിയല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പൊ നമ്മള് പിശാചിനെ ശത്രുവായിട്ട് തന്നെ കാണേണ്ടതുണ്ട്. മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് പിശാചാണ്. പിശാച് വേണ്ടാത്ത കാര്യങ്ങൾ തിന്മയിലേക്ക് നമ്മളെങ്ങനെ കൊണ്ടുപോകും. അപ്പൊ ആ ഒരു പ്രവണത നമ്മളെ മനസ്സിൽ മനസ്സിലാക്കുക, ആ ഒരു രീതിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കും. എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ചിന്തയിലേക്ക് നമ്മൾ പോവുക എന്നുള്ളതാണ്. ഇനി ഇതിൽ ആദ്യത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മി, ഇസ്മ എന്ന് പറഞ്ഞാൽ നാമം, ബിസ്മി പറഞ്ഞാൽ നാമത്തിൽ, ലാഹി ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ. ഇനി അള്ളാഹുവിന്റെ വിശേഷണമാണ് പറയുന്നത്. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. റഹ്മാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരമകാരുണ്യകൻ, റഹീം എന്നാൽ കരുണാനിധി. പരമകാരുണ്യകനും കരുണാനിധിയുമായിട്ടുള്ള അള്ളാഹുവിന്റെ നാമത്തിൽ എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നമ്മൾ ആദ്യത്തെ ആ ഒരു വോയിസിൽ പറഞ്ഞു. അങ്ങേയറ്റം വിശാലമാണ് റബ്ബ്, റഹ്മാനാണ്. അള്ളാഹു അങ്ങേയറ്റം കാരുണ്യം ചൊരിയും എന്നുള്ളതാണ്. അപ്പോ ആ ഒരു കാരുണ്യത്തെ നമുക്ക് നമ്മളെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ലാഹ് ചൊല്ലുക എന്ന് പറയുന്നത് വളരെ മഹത്വമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഏതൊരു നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആദ്യം സ്റ്റാർട്ട് ചെയ്യുക ബിസ്മി കൊണ്ട്. നമ്മളെ കുട്ടികളെയും ആ ഒരു രീതിയിൽ ശീലിപ്പിക്കുക. അപ്പോൾ ഈ രണ്ടല്ല ഒരായത്താണുള്ളത്. ഔദു സൂറത്തുൽ ഫാത്തിഹയിലുള്ളതല്ല. എന്നാൽ ഈ രണ്ടും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നന്നായിട്ട് ഓതുകയും അതിന്റെ മഹ്റജോട് കൂടിയിട്ട്, അതായത് നല്ല രീതിയിൽ നമുക്ക് കഴിയുന്ന രീതിയിൽ എന്ത് ചെയ്യുക, നമ്മൾ ഓതി പ്രാക്ടീസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ചിലപ്പോൾ നമ്മൾ കുറച്ചൊന്ന് നന്നാക്കേണ്ടതുണ്ടാകാം. എന്നിരുന്നാലും അള്ളാഹു ആണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമ്മളെ ഭാഗത്ത് നിന്ന് ശ്രമം ഉണ്ടെങ്കിൽ അള്ളാഹു എല്ലാം നന്നാക്കി തരും, എല്ലാം എളുപ്പാക്കി തരും ഇൻഷാ അല്ലാഹ്. ഒന്നുകൂടെ ഞാൻ അത് ഓതിയിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അള്ളാഹുവിനോട് ഞാൻ രക്ഷ തേടുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത വനസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.